മലപ്പുറം കാളികാവിന് സമീപം വാളക്കുളത്ത് നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ ക്രിമിനൽ സംഘങ്ങൾ. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമവും ലഹരി ഇടപാടുകളും കാരണം പലരും പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം വാളക്കുളത്തെത്തിയ സംഘം ആളുകളെ ഭീഷണിപ്പെടുത്തുകയും പടക്കമെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. ഇതോടെ നാട്ടുകാർ അക്രമികൾക്കെതിരെ സംഘടിച്ച് രംഗത്തെത്തി. പിന്നാലെയുണ്ടായ ഏറ്റുമുട്ടൽ വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത്. ആക്രമിക്കാനെത്തിയവരെ നാട്ടുകാർ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്താണ് പറഞ്ഞയച്ചത്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. അക്രമി സംഘത്തിൽപ്പെട്ട പന്നിക്കോട്ടുമുണ്ട സ്വദേശികളായ വല്ലാഞ്ചിറ ഉമേർ, മുതുകുളവൻ ഫായിസ്, മുതുകുളവൻ ജിഷാൻ, ഷാഫി എന്നിവർക്കാണ് ഗുരുതരമായി പരുക്കേറ്റത്. 3 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഉമൈറിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മലയോര ഹൈവേയിൽ പൂക്കോട്ടും പാടത്തിന് സമീപം വാളക്കുളത്താണ് സംഭവം. പന്നിക്കോട്ടുമുണ്ടയിലെ കടയിൽ നിന്ന് പണം തട്ടിയെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട വാക്കേറ്റമാണ് ആദ്യമുണ്ടായത്. ഇത് കഴിഞ്ഞ് പിരിഞ്ഞുപോയ സംഘം മടങ്ങിയെത്തി ആളുകളെ ഭീഷണിപ്പെടുത്തുകയും പടക്കമെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. ബുധനാഴ്ച രാത്രി നാട്ടുകാർ സംഘടിച്ച് പ്രതികരിച്ചു. അത് ഏറ്റുമുട്ടലിൽ കലാശിക്കുകയായിരുന്നു. സംഘട്ടനത്തിൽ ഷാഫി, ഉമൈർ, ഫായിസ്, ജിഷാൻ എന്നിവർ പരിക്കേറ്റ് കിടന്നപ്പോൾ പോലീസെത്തി ആംബുലൻസ് ഏർപ്പെടുത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. വ്യാഴാഴ്ച രാവിലെ ആശുപത്രിയിൽ നിന്ന് വന്ന ശേഷം പന്നിക്കോട്ടുമുണ്ടയിലെത്തിയ ഉമൈർ നാട്ടുകാരെ വീണ്ടും വെല്ലുവിളിച്ചു. ഇതോടെ വീണ്ടും സംഘട്ടനമുണ്ടായപ്പോഴാണ് ഉമൈറിന് ഗുരുതരമായി പരിക്കുപറ്റിയത്. പോലീസെത്തി ബന്ധുക്കളെ അറിയിച്ചാണ് ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പോക്സോ, ബലാത്സംഗം, സ്ത്രീപീഡനം, ലഹരി ഉപയോഗം തുടങ്ങിയ കേസുകളിലെ പ്രതിയായ ഫായിസിനെ കാപ്പ ചുമത്തി പോലീസ് നാടുകടത്തിയിരുന്നു. ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും എതിർക്കുന്ന പൊതുപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തൽ, മോഷണം, പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രി അടിച്ചു തകർക്കൽ എന്നിങ്ങനെ 12 കേസുകൾ ഉമൈറിന്റെ പേരിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഷാഫിയുടെ പേരിൽ ലഹരി ഉപയോഗം, വിൽപ്പന തുടങ്ങി 4 കേസുകളുണ്ട്. ജിഷാന്റെ പേരിൽ ലഹരി ഉപയോഗത്തിനാണ് കേസുള്ളതെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ കാളികാവ് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. ന്യൂസ് 18 മലപ്പുറം.